ചെയ്യാതെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്സ് കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ പറ്റും. പക്ഷെ അതിലുപരി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കൊരു വളർച്ച, ഒരു ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതുപോലുള്ള AI പ്ലാറ്റ്ഫോംസിനെ യൂസ് ചെയ്യുക. ചാറ്റ് GPT, അതുപോലെ തന്നെ ബാർഡ്, ഈ വക പ്ലാറ്റ്ഫോംസിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തോളുന്നില്ല, ഒരാൾ ഒരു ടീച്ചർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു മെന്ററോ പറഞ്ഞു തന്നോളണമെന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എവിടെ നിന്നൊക്കെ, ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം അത്രയും റിസോഴ്സസും കാര്യങ്ങളും ഫ്രീ ആയിട്ട്, യൂട്യൂബ് ആയിക്കോട്ടെ, മറ്റ് പല പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന, ഗൂഗിളിലായിക്കോട്ടെ പല സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് മാക്സിമം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സോ ഞാനിവിടെ ഗൂഗിളിന്റെ പകരം എന്ത് ചെയ്യാണ്, ചാറ്റ് GPT എടുക്കുക. ഓക്കെ, ചാറ്റ് GPT എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ മാക്സിമം നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ചാറ്റ് GPT ഞാൻ എന്തെടുത്തു, ഒരു ഇവിടെ പുതിയൊരു ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ചാറ്റ് GPT ചോദിക്കാം, വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സോ സൈബർ സെക്യൂരിറ്റിന്റെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് GPT നമുക്ക് പറഞ്ഞു തന്നൊരു ഒരു രീതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു റെസ്പോൺസ് ആണിത്. ഞാൻ കൊടുത്തൊരു പ്രോംപ്റ്റിന് ആൻസർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തു, അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചാറ്റ് GPT അല്ല എന്നുണ്ടെങ്കിൽ AI ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സ്റ്റുഡൻസിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പല ആൾക്കാരുണ്ട്, പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പല രീതിയിലായിരിക്കും അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുള്ളത്. ഇപ്പോൾ ഹരികൃഷ്ണൻ പഠിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആശയോട് പറയുമ്പോൾ ആശയ്ക്ക് മനസ്സിലാവുന്നത്, ആ രീതിയിലായിരിക്കില്ല ലിതിന് മനസ്സിലാവുന്നത്, അതുപോലെ ആയിരിക്കില്ല മിഥുന് മനസ്സിലാവുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അവരവരുടെ ആ ഒരു എന്താ പറയുക, എന്ത് കാര്യങ്ങളായിട്ടും പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് എന്തായിരിക്കും, അവർക്ക് എക്സാമ്പിൾസും കാര്യങ്ങളും വേണ്ടി വരും. ചിലവർക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലവർക്ക് അത് കണ്ട് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ജിപിടിനോട് ചോദിക്കുക, ചാറ്റ് ജിപിടിനോട് എന്താണ് സൈബർ സെക്യൂരിറ്റി, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജിപിടി പഠിപ്പിച്ചു തരും. ഓക്കെ, സോ അതാണ് ഞാൻ പറയുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടി എന്നല്ല, ഏത് AI പ്ലാറ്റ്ഫോംസ് ആയി ചാറ്റ് ജിപിടി കുറച്ചും കൂടി എന്താണ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ സുഖമാണെന്ന് തോന്നുന്നു. ഉള്ളതിൽ കുറച്ചൊരു ബെറ്റർ എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ചാറ്റ് GPT ആണ്. ഇതിൽ 2020 ചില ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊഴിച്ച് നിർത്തിയാൽ എന്താണ്, പക്ക ഓക്കെ ആയിട്ടുള്ളൊരു ടൂളാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു AI പ്ലാറ്റ്ഫോംസ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും AI വരുമ്പോൾ നമ്മുടെ എല്ലാ ജോബും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്ക് അങ്ങനെ ആ ഒരു എന്താ പറയാ, അങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോ AI വന്നാലും നമ്മുടെ ജോബ്സും കാര്യങ്ങളും പോകുള്ളൂ. പക്ഷെ നമ്മൾ നമ്മൾ അതിനെ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ AI നമ്മൾ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ ഏതൊരു എന്താ പറയുക മേഖല ആയിക്കോട്ടെ, അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ എന്ത് കാര്യം വന്നാലും, ഇപ്പൊ AI വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ജോബും കാര്യങ്ങൾക്കും ഭീഷണിയാണെന്ന് പറയുമ്പോഴും നമ്മളെന്താ, പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനെ പറ്റി പഠിക്കുക, അത് മാസ്റ്റർ ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യും, നമുക്ക് അതൊരു ത്രെട്ട് ആയിട്ട് വരില്ല. കാരണം നമ്മളത് പഠിച്ചു കഴിഞ്ഞു, അതിനെ യൂസ് ചെയ്യാൻ പഠിക്കണം. ചാറ്റ് ജിപിടിനെ യൂസ് ചെയ്യാൻ പഠിക്കുക, AI പ്ലാറ്റ്ഫോംസിനെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഞാൻ ഇത്രയും കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയും രീതിയിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ചാറ്റ് ജിപിടിനോട് ചോദിച്ചു, വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി, എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ചാറ്റ് ജിപിടി പറഞ്ഞു, സൈബർ സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്, നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാം ഫ്രം ഡിജിറ്റൽ അറ്റാക്സ്. ഓക്കെ, ചാറ്റ് ജിപിടി പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു റെസ്പോൺസ് ആണിത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി റെഫർ ചെയ്യുന്ന എന്താണ്, ടു പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്. നേരത്തെ ഓക്കെ, ഹരി പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റാസ് മാത്രമല്ല, മറ്റെന്ത് കാര്യങ്ങൾ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്,
പ്രൊട്ടക്ടിങ് സിസ്റ്റംസിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രോഗ്രാം ഫ്രം ഡിജിറ്റൽ അറ്റാക്സ്. ഓക്കെ, ഇതുപോലുള്ള പല പ്രോഗ്രാംസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ അറ്റാക്ക്. ഓക്കെ, നമ്മൾ ആ ഒരു ടേം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ അറ്റാക്കിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദീ സൈബർ അറ്റാക്സ് യൂഷ്വലി എയിം ടു അറ്റ് ആക്സസിങ്, ചേഞ്ചിങ് ഓർ ഡിസ്ട്രോയിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. നമ്മൾ ഇപ്പോൾ സൈബർ അറ്റാക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എയിം ചെയ്തിട്ടായിരിക്കും, അവർ നമ്മുടെ ഒരു ഡാറ്റാസും കാര്യങ്ങളും ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റാസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രോയിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പോകും, ഡിസ്ട്രോയ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഡിജിറ്റൽ അറ്റാക്ക് നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുക്കവേ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ കീ കൺസെപ്റ്റ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, CIA ട്രയാഡ് എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, CIA ട്രയാഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, CIA ട്രയാഡിനെ പറ്റിയിട്ട് ആരെയും കേട്ടിട്ടുണ്ടോ? ഇതിൽ CIA ട്രയാഡിനെ പറ്റി അറിയുന്നവർ, നിങ്ങൾക്ക് അറിയുന്ന എന്താണോ അതൊന്ന് പറയാവോ, ഒന്ന് ഷെയർ ചെയ്യാവോ? തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ഷെയർ ചെയ്യാം മാക്സിമം. ഓക്കെ, ഒരാൾ ചോദിക്കുന്ന നേരത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇന്ററാക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ CIA ട്രയാഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാവോ? എനിവൺ? CIA ട്രയാഡ് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്തു പോകാൻ, നിങ്ങളത് കേൾക്കുക, അങ്ങനെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഒരു രീതിയിൽ അറിയാം എന്നാണെന്നുണ്ടെങ്കിൽ അത് പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം ചാറ്റിൽ ജസ്റ്റ് ഒന്ന് ഇടുക. അറിയില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ബാക്കി ആർക്കും ഒന്നും പറയാനില്ലേ? ലിതിൻ, മിഥുൻ? സോ ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, CIA ട്രേഡ് എന്താന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഇത് ബേസിക്കലി നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന നേരത്തെ എന്ത് ചെയ്യാം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോ പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു CIA ട്രേഡിനെ പറ്റിയിട്ട് പഠിക്കുക. ഇതിന്റെ ഒരു ബേസിക്കലി നമ്മൾ വരുന്ന നേരത്തെ ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള, ബിഗിനർ എന്നല്ല, സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താ പറയാ, സൈബർ സെക്യൂരിറ്റിയിൽ മെയിൻ വരുന്ന കൺസെപ്റ്റ് ആണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, CIA ട്രയാഡ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. CIA എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്നത് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി. I എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി. A എന്ന് പറയുന്നത് അവൈലബിലിറ്റി. ഓക്കെ, സോ കോൺഫിഡൻഷ്യാലിറ്റിനെ പറ്റി പറയുമ്പോൾ എന്താണ്, എൻഷുറിംഗ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ആക്സസിബിൾ ഓൺലി ദോസ് ഓതറൈസ്ഡ് ടു ഹാവ് ആക്സസ്. ഓക്കെ, ഈ ഒരു എന്താ പറയാ, ഈ ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ, സിമ്പിൾ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ആക്സസിബിൾ ഓൺലി ദോസ് ഓതറൈസ്ഡ് ടു ഹാവ് ആക്സസ്. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരുടെ അവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇപ്പോൾ സർവീസസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള, അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഡക്സ് എന്ന് പറയുന്നത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഉള്ള ഒരു ആരാണ് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു സർവീസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സർവീസ് ഉദ്ദേശിക്കുക, ലൈക്ക് ഇപ്പോൾ ഒരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാങ്ക് ആയിട്ട് നിങ്ങൾ എന്തേ കരുതുക. ഓക്കെ, കോഡക്സിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസറാണ്, കോഡക്സിൽ ഒരു യൂസറാണ് ആര്, ഹരി എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, പല യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഹരിന്റെ കൺസെപ്റ്റിൽ പറയുകയാണ്, ഇപ്പോൾ ഹരിക്ക് ആവശ്യമായിട്ടുള്ള ആളുടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ട്രാൻസാക്ഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ പേ ചെയ്യുക, ഡെബിറ്റ് ക്രെഡിറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് ആർക്ക് മാത്രമേ ആക്സസ് ആവാൻ പറ്റുള്ളൂ, ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടത്തുള്ളൂ, ഹരിക്ക് മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യൽ ആയിരിക്കും. എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ ആക്സസ് ഓൺലി ദോസ് ഓതറൈസ്ഡ്. ഇപ്പോ ഹരിയുടെ എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഹരിയുടെ ഈ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഹരി മാത്രമേ കാണാൻ പാടുള്ളൂ, മറ്റൊരാൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്തായി, ബ്രേക്ക് ആയി. സോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്സസ്
അവർക്ക് മാത്രം ആക്സസ് കിട്ടുന്നതിന് മാത്രം എന്താ പറയാം, നമുക്ക് എന്ത് പറയാം, കോൺഫിഡൻഷ്യാലിറ്റി പറയാം. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ആക്സസിബിൾ ഓൺലി ദോസ് ഓതറൈസ്ഡ് ടു ഹാവ് ആക്സസ്. ആക്സസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, അവിടെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിബിന് ഇപ്പോ ഹരിയുടെ ഇൻഫർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ബാങ്ക് ആവുമ്പോൾ അതിൽ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ഒരു അക്കൗണ്ടും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ബ്രേക്ക് ആയി, കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ആയി. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി എന്താന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ കോൺഫിഡൻഷ്യാലിറ്റി എന്താന്നുള്ള കാര്യം? ഓക്കെ ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് തംസെങ്കിലും ഇടുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പോവാ, നിങ്ങളത് കേട്ട് പോവാന്നുള്ള രീതിയിൽ പകരം ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഇന്ററാക്റ്റീവ് ആവുക. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താ, അത് ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ചാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്ത് പോകും, നിങ്ങളത് കേട്ടിരുന്ന് പോവുക, അങ്ങനെ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ജസ്റ്റ് മെസ്സേജോ അല്ലാന്നുണ്ടെങ്കിൽ തംസോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർ ചിലപ്പോൾ പുറത്തൊക്കെ ആയിരിക്കും, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, സോ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സി ഐ എയിൽ സി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇന്റഗ്രിറ്റി എന്താന്നുള്ള കാര്യം നോക്കാം. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ, മെയിൻറ്റെയിൻ ദ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ഡാറ്റ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഇന്റഗ്രിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, മെയിൻറ്റെയിൻ ദ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഹരിയുടെ ഡാറ്റാസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഹരിയുടെ ഇപ്പോൾ ഒരു കോഡക്സ് എന്ന് പറയുന്ന ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹരി എന്ന് പറഞ്ഞ യൂസറുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്, അയാളുടെ ഡാറ്റാസും കാര്യങ്ങളും ഉണ്ട്, ആളുടെ ഡാറ്റാസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ ആയി. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഹരി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പേയ്മെന്റോ കാര്യങ്ങളോ ചെയ്യാത്തതിൽ ഇപ്പോ അറിയാതെ എന്ത് ചെയ്യാ, ആൾക്കറിയില്ല ഇങ്ങനെ ഒരു പേയ്മെന്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെന്നില്ല. പക്ഷെ അതിൽ ഹരി അറിയാതെ തന്നെ എന്ത് ചെയ്യുക, ആ ഡാറ്റയിലേക്ക് ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരി അറിയാതെ ആളുടെ ഡാറ്റാസിൽ പുതിയതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലെ പേർച്ചേസോ കാര്യങ്ങളോ നടന്നു, ഇത്ര ക്യാഷും കാര്യങ്ങളും പോയി, അത് ഹരി അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ എന്തായി, അവിടെ ഇന്റഗ്രിറ്റി എന്ത് ചെയ്തു, ബ്രേക്ക് ആയി. ആ ഹരി എന്ന് പറയുന്ന ആളുടെ എന്തായി, ഡാറ്റാസും കാര്യങ്ങളിലും എന്തായി, ആക്യുറസി ഉണ്ടോ, ഇല്ലല്ലോ. അവിടെ ആക്യുറസി എന്തായി, കറക്റ്റ് അല്ല. കാരണം അതുമല്ല, കംപ്ലീറ്റഡ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മാറ്റം വന്നു. അങ്ങനെ മാറ്റം വരാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഹരി അറിയാത്തൊരു കാര്യമാണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഹരിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ത് ചെയ്തു, ഇതുപോലെ മാറ്റം വന്നു ഹരി അറിയാതെ. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഗോ കാര്യങ്ങൾ വന്നിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന്, അല്ല സോറി, ബാങ്കിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ വന്നിട്ട് എന്തുണ്ടെങ്കിൽ അതെന്തായി, അവിടെ ഇന്റഗ്രിറ്റി ബ്രേക്ക് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്റഗ്രിറ്റിനെ പറ്റി പറയാനുള്ളത്. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡാറ്റ എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, അതിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ വരാൻ പാടില്ല. ഓക്കെ, ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SSLCന്റെ റിസൾട്ട് എന്ന് വിചാരിക്കുക. ഒരു വിദ്യാർത്ഥിയുടെ എന്താണ്, SSLCന്റെ ഡാറ്റയിൽ മാറ്റം എന്തെങ്കിലും വന്നു, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ A+ ഉള്ളതിന് പകരം എയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു, അവിടെ എന്തായി, ഇന്റഗ്രിറ്റി ബ്രേക്ക് ആയില്ല. കാരണം എന്താ, അവിടെ ആക്യുറസി കുറവാണ്. കാരണം എന്താ, അവിടെ അയാളുടെ ആ ഒരു മാർക്ക് മാറി. ഓക്കെ, അയാളുടെ A+ ആണെന്നുണ്ടെങ്കിൽ അത് A ആയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ ഒരു ആക്യുറസി കംപ്ലീറ്റ്നെസ് എന്തായി, അവിടെ പോയി. അപ്പൊ അതുകൊണ്ട് എന്താവും, ഇന്റഗ്രിറ്റി അവിടെ ബ്രേക്ക് ആവാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു നമ്മള്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഇന്റഗ്രിറ്റി എന്താന്ന് പറഞ്ഞു. ഇന്റഗ്രിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്, അവൈലബിലിറ്റി. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. CA ട്രയാഡിന്റെ മൂന്നാമത്തെ ഒരു ഭാഗമാണ് എന്ത്, അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട്. ഓക്കെ, അതെന്താണ്, എൻഷുറിംഗ് ദാറ്റ് ഓതറൈസ്ഡ് യൂസേഴ്സ് ഹാവ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് അസോസിയേറ്റ് ആസറ്റ് വെൻ റിക്വയർഡ്. ഇവിടെ വേർഡിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു എന്താ പറയാ അർത്ഥം എന്നല്ല, ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ള കാര്യം. ഓക്കെ, അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ എന്ത് തരത്തിലുള്ള ഡാറ്റ ആയിക്കോട്ടെ, ആ ഡാറ്റ എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. എൻഷുറിംഗ് ദാറ്റ് ഓതറൈസ്ഡ് യൂസേഴ്സ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് എന്താവണം, ആക്സസ് ചെയ്യാൻ പറ്റണം ടു ഇൻഫർമേഷൻ ആൻഡ് അസോസിയേറ്റഡ് ആസറ്റ് വെൻ റിക്വയർഡ്. ഓക്കെ, അയാൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ആ ഒരു ഡാറ്റ എന്തായിരിക്കണം, റിക്വയർഡ് ആയിട്ടുള്ള ഡാറ്റാസ് അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹരിയുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരിക്ക് എന്ത് ചെയ്യണം, ആളുടെ ബാങ്കിലെ ബാലൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അതിപ്പോ എന്താണ്,
ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണ് ഹരി എന്ന് പറയുന്നത്. കാരണം ഹരിയുടെ അക്കൗണ്ടാണ്. അപ്പൊ ഹരി ചെക്ക് ചെയ്യുന്ന നേരത്ത് ഹരിക്ക് അത് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ അവൈലബിലിറ്റി എന്തായി, ബ്രേക്ക് ആയി. ഓക്കെ, അവിടെ അവൈലബിലിറ്റി ബ്രേക്ക് ആയി. കാരണം ഹരിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആളുടെ ബാലൻസോ കാര്യങ്ങളോ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നില്ല, ബാലൻസ് ഇത്ര എന്നുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് CA ട്രയാഡിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു 3 കൺസെപ്റ്റ്? സൈബർ സെക്യൂരിറ്റി ഒരു കോർ ആയിട്ടുള്ള പാർട്ട് എന്നൊക്കെ പറയാം. ഓക്കെ 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 സോ നമുക്ക് എന്ത് ചെയ്യാം, CA ട്രയാഡ് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ടായിരുന്നു. ഇനി കോമ്പോണൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കോമ്പോണൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഓപ്പറേഷൻ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി, ഈ വക കാര്യങ്ങൾ, എൻഡ് യൂസർ എഡ്യൂക്കേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് നോക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഓക്കെ, സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി പലർക്കുള്ളൊരു സംശയമാണ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റി ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ള ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയും ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് നല്ല പക്കാ ഒരു ബിഗിനർ ആയിട്ട് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ സിമ്പിൾ ടേംസ് എന്നോ അല്ലെങ്കിൽ സിമ്പിൾ വേർഡ്സ് എന്നൊക്കെ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് ChatGPT തരും. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും പറയുന്നതാണ്. എന്തൊക്കെയെന്നുള്ള കാര്യം നമുക്ക് എന്താ ചെക്ക് ചെയ്ത് നോക്കാം. Cyber security and information security are closely related fields, but they focus on different aspects of protecting information and systems. Here is the simple explanation. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിലാണ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസിനും അതുപോലെ തന്നെ സിസ്റ്റംസിനൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ളത് നോക്കാം. സൈബർ സെക്യൂരിറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്, നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ ഫ്രം സൈബർ അറ്റാക്സ്. സൈബർ അറ്റാക്കിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി എന്താ ഫോക്കസ് ചെയ്യുന്നത്, ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്, നെറ്റ്വർക്ക്, സിസ്റ്റം അതുപോലെ തന്നെ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഡാറ്റ. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ അറ്റാക്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് സൈബർ സെക്യൂരിറ്റിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഒരു ഫോക്കസ് ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി എന്താ ഫോക്കസ് ചെയ്യുന്നത്, ഡീൽസ് പ്രൈമർലി എന്താണ് വിത്ത് പ്രൊട്ടക്ടിങ് ഡിജിറ്റൽ ഡാറ്റ ഫ്രം ഹാക്കേഴ്സ്, മാൽവെയർ, ഫിഷിംഗ് ആൻഡ് അതർ ഓൺലൈൻ ത്രെഡ്സ്. ഇവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രൈമർലി എന്താണ്, വിത്ത് പ്രൊട്ടക്ടിങ് ഡിജിറ്റൽ ഡാറ്റ. ഓക്കെ, ആ ഒരു ടേം ശ്രദ്ധിക്കുക, ഡിജിറ്റൽ ഡാറ്റ ഫ്രം ഹാക്കേഴ്സിൽ നിന്നും ഡിജിറ്റൽ ഡാറ്റ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യും, മാൽവെയറിൽ നിന്നും ഫിഷിങ്ങിൽ നിന്നും പിന്നെന്താ ഓൺലൈൻ ത്രെഡ്സിൽ നിന്നും, ഈ വക കാര്യങ്ങൾ മാത്രമൊന്നുമല്ല ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, സൈബർ സെക്യൂരിറ്റി എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഡിജിറ്റൽ ഡാറ്റാസിന് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിവെന്റിങ് അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ്, സെക്യൂറിംഗ് നെറ്റ്വർക്ക്സ്, പ്രൊട്ടക്ടിങ് വെബ്സൈറ്റ്സ് ആൻഡ് ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സ്. ഓക്കെ, ഇവിടെ എന്താ എക്സാമ്പിൾ പറഞ്ഞത്, പ്രിവെന്റിങ് അൺഓതറൈസ്ഡ് ആക്സസ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന് എന്താ പറയുക, ഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുമ്പോൾ എന്താ, അയാൾ ആക്സസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലേസസ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിന് എന്ത് ചെയ്യുക, തടയുക എന്നുള്ളതാണ്. ടു കമ്പ്യൂട്ടേഴ്സ്, സെക്യൂറിംഗ് നെറ്റ്വർക്ക്സ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ തടയും, അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ അത് പ്രിവെന്റ് ചെയ്യും, കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യും, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് തടയും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂർ ആക്കുക, പിന്നെ അതുപോലെ
പ്രൊട്ടക്റ്റിംഗ് വെബ്സൈറ്റ്, നമ്മളൊക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ആ വെബ്സൈറ്റും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സ്. സൈബർ അറ്റാക്സിൽ നിന്ന് എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ഇതുപോലെ സൈബർ സെക്യൂരിറ്റി ആയിരിക്കും. ഈ ഇപ്പോൾ വായിക്കുന്ന ഒരു ടേംസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ തിയറി പോർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ മടുപ്പ് കാണും. ഓക്കെ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകും. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇപ്പോൾ കുറച്ച് തിയറി പാർട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തിയറി പാർട്ട് അറിയേണ്ട ഒരു ആവശ്യകത എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും അറിയാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. അതിലിപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന ഫീൽഡ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഞാനൊരു ടോക്ക്, ഇപ്പോൾ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് നിങ്ങൾ പോകുന്ന നേരത്ത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ആ ടെർമിനോളജീസ് ആണ് കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയറി ആയിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ്സും കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുന്ന നേരത്ത് അയാൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ. ഇപ്പൊ IP എന്താ, IP അഡ്രസ് എന്താന്നുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു തരില്ല. അയാൾ IP എന്നുള്ള ആ ഒരു ടെർമിനോളജി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തിയറി പാർട്ടാണെന്ന് അറിയാം, കുറച്ച് ബോറാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചൊന്നും എന്ത് ചെയ്യുക, ക്ഷമിക്കുക. കാരണം എന്തോ, നമുക്ക് പ്രാക്ടിക്കൽ സൈഡ് വരുന്നുണ്ട്. പക്ഷെ ആ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു തിയറി പാർട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറി പാർട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ബേസ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അറിയാം, നമ്മളൊരു ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട് എന്ന് പറയുന്നത് അതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തറ ആയിരിക്കും. ഓക്കെ, ആ വീടിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വീടിന്റെ തറ ആയിരിക്കും. ആ ഒരു തറ എന്ന് പറയുന്ന സംഭവം, തറ ശരിക്ക് എന്തല്ല, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു തറ അത്രയും എന്താ പറയാ, ഉറപ്പുള്ളതല്ല എന്നുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വീടിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ബേസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പൊളിഞ്ഞങ്ങ് വീഴും. അപ്പോൾ ആ ഒരു കാര്യം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്സിൽ നമ്മൾ ഇതുപോലെ തിയറി പാർട്സ് ആഡ് ചെയ്തിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ സൈബർ സെക്യൂരിറ്റി എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഇതെന്താ ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യും, ഡിജിറ്റൽ ഡാറ്റാസും കാര്യങ്ങളും ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്താന്നുള്ള കാര്യം നോക്കാം. ഇൻഫർമേഷൻ സെക്യൂരിറ്റിന്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ഇൻഫർമേഷൻ ഇൻ ഓൾ ഫോംസ്. ഓക്കെ, നേരത്തെ ഇവിടെ എന്തായിരുന്നു, ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്താ അല്ല, ഇൻഫർമേഷൻ ഇൻ ഓൾ ഫോംസ്, വെദർ ഇറ്റ് ഈസ് ഡിജിറ്റൽ, ഫിസിക്കൽ ഓർ സ്പോക്കൺ. ഓക്കെ, ഈ വക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരുത്ത് എന്തല്ല, സൈബർ സെക്യൂരിറ്റിനകത്ത് എന്തല്ല, ഈ ഫിസിക്കൽ സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ടോ, ഇല്ല. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലാണ് ഫിസിക്കൽ സെക്യൂരിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ആയിക്കോട്ടെ, അത് ഇതിൽ ഡിജിറ്റൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, സ്പോക്കൺ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാൾ സംസാരിച്ച കാര്യം അങ്ങനെ എന്ത് ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻഫർമേഷൻ ആണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതെന്താ ഫോക്കസ് ചെയ്യുന്നത്, എൻഷുർ ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ഫോർമാറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റിയും അവൈലബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നുണ്ട് ആര്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും മനസ്സിലാവും. പ്രൊട്ടക്ടിങ് പേപ്പർ ഡോക്യുമെന്റ്സ്, നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു പ്രിവെന്റ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, പേപ്പർ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പേപ്പർ ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. സെക്യൂരിങ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒരാൾ സംസാരിച്ചിട്ടുണ്ട്, അയാളുടെ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെക്യൂർ ചെയ്യുന്നത് എന്തിൽ വരുന്നതാണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിനകത്ത് വരുന്നതാണ്. എൻഷുറിങ് ഡാറ്റ പ്രൈവസി എന്താണ് എൻഷുർ ചെയ്യുന്ന, ഉറപ്പുവരുത്തുന്ന ആരാണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നത്. ആൻഡ് മെയിൻറ്റെയിൻ ഡാറ്റ ഇന്റഗ്രിറ്റി ഇൻ ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ ഫോംസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ഡാറ്റ ഇന്റഗ്രിറ്റി, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യും, ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ ഫോംസ്, ഫിസിക്കൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റിനകത്ത്. അപ്പോൾ കീ ഡിഫറൻസസ് എന്തൊക്കെയാണ്, സൈബർ സെക്യൂരിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അല്ലെ. ഇൻഫർമേഷൻ സെക്യൂരിറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് എന്തിനെ കാണാം, സൈബർ സെക്യൂരിറ്റിനെ കാണാം. സൈബർ സെക്യൂരിറ്റി ഈസ് സ്പെസിഫിക്കലി കൺസേൺഡ് വിത്ത് ത്രെഡ്സ് ദാറ്റ് കം ഫ്രം ഇന്റർനെറ്റ് ഓർ അതർ ഡിജിറ്റൽ നെറ്റ്വർക്ക്സ്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ ആയിട്ട് വരുന്ന നെറ്റ്വർക്ക്സോ ഡിജിറ്റൽ ആയിട്ട് വരുന്ന ഡാറ്റാസിനോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സൈബർ സെക്യൂരിറ്റി സ്പെസിഫിക്കലി കൺസേൺഡ് വിത്ത് ത്രെഡ്സ് ദാറ്റ് കം ഫ്രം ദ ഇന്റർനെറ്റ് ഓർ അതർ ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഈ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഒക്കെ എന്താ തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റർവ്യൂവിൽ ഏത് രീതിയിലും നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ
ഇനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരുമ്പോഴാണ് എന്താണ് എൻകംബസ് എ ബ്രോഡർ റേഞ്ച് ഓഫ് പ്രാക്ടീസസ് ടു പ്രൊട്ടക്ട് ഇൻഫർമേഷൻ എനി ഫോം. ഓക്കെ, നോട്ട് ജസ്റ്റ് ഇൻ ഡിജിറ്റൽ. ഇവിടെ ഡിജിറ്റൽ ഫോമിലല്ല, ഏത് രീതിയിലായിട്ടുള്ള ഫോമിലായിക്കോട്ടെ, എന്ത് രീതിയിലുള്ള ഫോമിലായിക്കോട്ടെ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഓക്കെ, സമ്മറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഓൺലൈൻ ത്രെറ്റ്സ്. ഇതാണ് ആ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ത്രെറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ഓൾ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ, ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ. ഫിസിക്കൽ ആയിക്കോട്ടെ ഡിജിറ്റൽ ആയിക്കോട്ടെ, ഈ വക വരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ ഒരു ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യാം, തിരിച്ചു പോവാം. സൈബർ സെക്യൂരിറ്റിൻ്റെ എന്ത് ചെയ്യാം, ആ ഒരു കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബേസിക്കലായിട്ട് നെറ്റ്വർക്ക് പഠിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന കാരണം എന്താണ്, ഇതൊക്കെ ഡിജിറ്റലി വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, പ്രൊട്ടക്ട് ദ ഇന്റഗ്രിറ്റി ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് ദി ഡാറ്റ ട്രാൻസ്മിറ്റ് ഓവർ ദം. ഓക്കെ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രിറ്റി ഓഫ് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിന്റെ ഇന്റഗ്രിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അതിലൂടെ പോകുന്ന ഡാറ്റാസിന്റെ ഇന്റഗ്രിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്കിലൂടെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ പോകും. നമ്മളിപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതായിരിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളും നമ്മൾ എന്തുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നെറ്റ്വർക്കിലൂടെ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യം ചെയ്തോട്ടെ, അതെല്ലാം എന്തായിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ കോൺഫിഡൻഷ്യാലിറ്റി, ഈ CA ട്രയൽ എന്ന് പറയുന്ന കാര്യത്തിൽ മൂന്നിൽ പല കാര്യങ്ങളും എന്താ, ഈ മൂന്നെണ്ണത്തിൽ പലതും എന്താ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രത്തോളം നെറ്റ്വർക്ക് സെക്യൂരിറ്റിയെ പറ്റി പറയുകയാണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിനകത്ത് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും അതിനനുസരിച്ചുള്ള എന്ത് വരുന്നുണ്ട്, പ്രൊട്ടക്ഷനും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ്വർക്കിൽ വരുന്ന ഡാറ്റാസിനും കാര്യങ്ങളും, നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസിനും കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ മാറ്റങ്ങളോ കാര്യങ്ങളോ വരാൻ പാടില്ല. കാരണം ഒരാളിപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, രണ്ടാൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ മൂന്നാമതൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അതിന്റെ ഇടയിൽ മൂന്നാമതൊരാൾ അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു ചാറ്റിന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്തിട്ട് മിഡിലായിട്ട് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, അവിടെ ഒരു CA ട്രയാഡ് ബ്രേക്ക് ആയി. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, സോ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അത്രത്തോളമാണ് പറയാനുള്ളത്. ഇനി ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പറ്റി പറയുമ്പോൾ ഫോക്കസ് ഓൺ കീപ്പിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഡിവൈസസ് ഫ്രീ ഓഫ് ത്രെഡ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്, കീപ്പിംഗ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഡിവൈസസ്, നമ്മുടെ ഡിവൈസസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസും, പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ പ്രൊട്ടക്ഷൻ ആണ് എന്തിൽ വരുന്നത്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിനകത്ത് വരുന്നത്. നമ്മൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റിന്റെ 365 വരുന്ന വേർഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്സൽ ആയിക്കോട്ടെ, ഈ പല കാര്യങ്ങളും പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ വരുന്നതാണ് എന്ത്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, വെബ് ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ നെറ്റ്വർക്ക് അല്ല, നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ ബഗ് ബൗണ്ടി എന്നുള്ള ടേമും കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്തിനു കൊടുക്കുന്നതാണ്, ഇതുപോലെ വെബ് ആപ്ലിക്കേഷനിൽ വരുന്ന സെക്യൂരിറ്റി ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു സംഖ്യ ബൗണ്ടി ആയിട്ട് കിട്ടും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിനകത്ത് വരുന്നതാണ് ഇതുപോലെ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. അതിൽ iOS ആൻഡ്രോയിഡ് പല രീതിയിലുള്ളത് ഉണ്ടാകും. അതുകൂടാതെ തന്നെ നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് എന്ത്, പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ കമ്പനിക്ക് അകത്ത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന തിക്ക് ക്ലൈന്റ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ തിൻ ക്ലൈന്റ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാനൊരു ടേമും കാര്യങ്ങളും പറയുന്നുണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്സ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് നോട്ട്സിനെ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ. സോ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിനെ പറ്റിയിട്ട് ഇത്രത്തോളമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇത്തരം ഡിവൈസസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിനെ എന്ത് ചെയ്യുക, ത്രെഡ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നത്. ഇനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്താണെന്നുള്ള കാര്യം നോക്കാം.
നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ട് ദ ഇന്റഗ്രിറ്റി ആൻഡ് പ്രൈവസി ഓഫ് ഡാറ്റ ബോത്ത് ഇൻ സ്റ്റോറേജ് ആൻഡ് ട്രാൻസിറ്റ്. ഓക്കെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, ട്രാൻസിറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള ഡാറ്റാസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ ഇന്റഗ്രിറ്റിയും പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഡാറ്റയുടെ പ്രൈവസി അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരുന്നത്. പിന്നെ വരുന്ന ഒരു പാർട്ടാണ് ഓപ്പറേഷണൽ സെക്യൂരിറ്റി. ഓപ്പറേഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡ്സ് ദ പ്രോസസ് ആൻഡ് ഡിസിഷൻ ഫോർ ഹാൻഡ്ലിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡാറ്റ അസറ്റ്സ്. ഡാറ്റ അസറ്റ്സ് ഇപ്പോൾ ഓപ്പറേഷൻ സെക്യൂരിറ്റിനകത്ത് വരുന്നതാണ് ഈ സോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിഫൻസീവ് സൈഡിൽ വരുന്ന ഒരു പാർട്ടാണ്. ഇൻക്ലൂഡ്സ് ദ പ്രോസസ് ആൻഡ് ഡിസിഷൻസ് ഫോർ ഹാൻഡ്ലിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡാറ്റ അസറ്റ്സ്. ഡാറ്റ അസറ്റ്സും കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡിസിഷൻസും പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഓപ്പറേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, സോക്കൊക്കെ അതിൽ വരുന്ന ഡിഫൻസീവ് സൈഡിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി. അതെന്താ അങ്ങനെ ഒരു ആ ഒരു ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി. അവിടെ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡിഫൈൻ ഹൗ ആൻ ഓർഗനൈസേഷൻ റെസ്പോൺസ് ടു എ സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റ് ഓർ എനി അതർ ഇവന്റ് ദാറ്റ് കോസസ് ലോസ് ഓഫ് ഓപ്പറേഷണൽ ഡാറ്റ ഓപ്പറേഷൻസ് ഓർ ഡാറ്റ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റും കാര്യങ്ങളും ഉണ്ടാവുകയാണ് എന്ത് ചെയ്യും, അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഇൻസിഡന്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസാസ്റ്റർ എന്ന് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഡിസാസ്റ്റർ ആണ്. അവിടെ പല തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ കാര്യങ്ങളോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ റിക്കവർ ചെയ്തിട്ട് അതുപോലെ തന്നെ റിക്കവർ ചെയ്തിട്ടുള്ള ആ ഒരു ലോസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഈ വക കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഡിസാസ്റ്റർ റിക്കവറി. നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ്, നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ഓടിക്കൊണ്ടിരിക്കണം. അതിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാൻ പാടില്ല. അതൊരു ബിസിനസ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻസിഡന്റോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളൊക്കെ എന്തിനകത്ത് ഈ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളാണ്. ഓക്കെ, എൻഡ് യൂസർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് എന്താണ്, എഡ്യൂക്കേറ്റ് യൂസർ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ദ ബെസ്റ്റ് പ്രാക്ടീസസ് ടു ഫോളോ. ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാകും, നമ്മുടെ ഡാറ്റാസ് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടിയാൽ എന്താ പ്രശ്നം എന്നുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാസ് മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ഗുണം എന്താ, നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് ഇതിനെ കാണാം. ഓക്കെ, നിങ്ങൾ തന്നെ ഇതിന് ആൻസേഴ്സ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഡാറ്റക്ക് അത്ര പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത ഒരു രാജ്യമാണ് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ലെവലിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും ഡാറ്റയുടെ ഒരു പ്രാധാന്യം എന്താന്നുള്ള പല ആൾക്കാർക്കും അറിയില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്ത് തോട്ട്സ് ആണ്? ഇപ്പോ ലൈക്ക് ഇപ്പോ എന്റെ ഡാറ്റ പലർക്കും ഉണ്ടാവും, എന്റെ ഡാറ്റ കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് ഹാക്ക് ചെയ്തെടുത്തിട്ട് എന്ത് കാര്യമുള്ളതെന്ന്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ നിങ്ങൾക്ക്, എന്റെ ഡാറ്റ പോയാലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റന്റെ ഒരു പ്രാധാന്യം എന്താന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാന്നുണ്ടെന്ന് ഷെയർ ചെയ്യാവോ? നമ്മുടെ ഡാറ്റാസ് മറ്റൊരാൾക്ക് കിട്ടുകയാണെന്നുള്ള പ്രശ്നം എന്തൊക്കെയാന്നുള്ള കാര്യം. എനിവൺ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം പറഞ്ഞോളൂ. നമ്മളൊക്കെ പല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലതും ഡാറ്റാസിനെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാസിനെ പറ്റിയിട്ട് ഒരു ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യത്താണ് നിങ്ങൾക്ക് ഒരു തോട്ട്. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചാറ്റിലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇടണം നിങ്ങളെ തോട്ട്സും കാര്യങ്ങളും. ഓക്കെ, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് എനിക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇതിന് ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, ഒന്ന് പറയാം. എനിവൺ, ആരുമില്ലേ, ആർക്കും ഒന്നും പറയാനില്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഡാറ്റയുടെ ഒരു പ്രാധാന്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണോ? അല്ല, ഇപ്പൊ കുറച്ചുമ്പേ പറഞ്ഞില്ലേ മറ്റേ ഉം. ഈ ബാങ്കിന്റെ ആക്സസിന്റെ കാര്യങ്ങളൊക്കെ, ഞാൻ അതിനെ കോട്ട് ചെയ്തിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ ഓക്കെ. ഡേറ്റ ലീക്ക് ആണെങ്കിൽ ഇപ്പൊ എന്റെ ഡേറ്റ വെച്ചിട്ട് ഞാൻ തന്നെ ആണെന്ന രീതിയിൽ മറ്റൊരാൾക്ക് അതിന് സ്പൂഫ് ചെയ്തൂടെ? അതെ,
അപ്പൊ പറ്റും. അങ്ങനെ ഒരു യുണീക്ക് അല്ലേ എപ്പോഴും നമ്മളൊരു ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ ഡേറ്റാസ് എപ്പോഴും യുണീക്ക് ആയിരിക്കുമല്ലോ. അതെ. അപ്പം നമ്മൾ എന്തൊക്കെ ആക്സസ് ചെയ്യുന്നു, ഒരു അഡ്മിനായിട്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ ആക്സസ് ചെയ്യുന്നു ആ യൂസറിനും ആ ഒരു അഡ്മിന്റെ ഒരു ഇത് കിട്ടുമല്ലേ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും അല്ല, നമ്മളിപ്പോ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന നേരത്താണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും സേഫ് അല്ല, അങ്ങനത്തെ ക്രാക്കഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും യൂസ് ചെയ്യരുത്, നമ്മുടെ അക്കൗണ്ടിലെ ഡാറ്റാസും കാര്യങ്ങളും ഇതേപോലെ ഡാറ്റ പുറത്തു പോകുന്ന രീതിയിൽ സംസാരിച്ചാൽ എന്റെ അക്കൗണ്ട് പോയിട്ട് എന്താവാനാ, അല്ലേ? അങ്ങനെ നിങ്ങൾ പലരും നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ലിതിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റാൾക്കാരോട് സംസാരിക്കാൻ പറ്റും, നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് നമ്മളെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന നേരത്തെ നമ്മൾ അവരോട് വിളിക്കുന്ന നേരത്തെ അവരെന്താ നമ്മളോട് ചോദിക്കുക, നമ്മളെ ഡാറ്റാസിനെ പറ്റിയിട്ട് അവർ അത് കൺഫേം ചെയ്യാം. കാരണം ആദ്യം ചോദിക്കും, ആ ഒരു നിങ്ങളുടെ പേര് കംപ്ലീറ്റ്ലി പറയാവോ, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും പറയാവോ, അതുപോലെയുള്ള അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റ് പറയാവോ. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ അവർ പറയും, ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ ഒരു നേരത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലിതിൻ എന്ന് പറഞ്ഞ ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും എനിക്കറിയാം. എന്നിട്ട് ഞാൻ ബാങ്കിൽ ഇതുവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ബാങ്കിനെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഡാറ്റാസ് എനിക്കറിയാം, അഡ്രസ്സ് എനിക്കറിയാം, കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം. ഈ വക കാര്യങ്ങൾ പറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇൻപേഴ്സണേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. ഓക്കെ, അവരെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതേപോലെ ഇങ്ങനൊരാൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഇതൊരു സിനാരിയോ. ഇതിലും വലിയ സിനാരിയോസ് വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് പറയാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇതിൽ ആരുടെയെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ടോ? അല്ലാതെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട്സ് എങ്ങനെ ഹാക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിവൺ? ആരുടെയെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും, നിങ്ങളെ അറിയുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി പോയ ആരെങ്കിലും ഒരു കേസ് സ്റ്റഡി ഉണ്ട്. അപ്പൊ അതിട്ട് സംസാരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പറഞ്ഞു. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അറ്റാക്കിന്റെ ഒരു മെത്തേഡ് ഞാൻ പറയാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഓക്കെ, മിഥുൻ എന്ന് പറയുന്ന ആളുടേക്ക് ഇപ്പോൾ ലിതിൻ എന്ന് പറയുന്ന ആരാണ്, മിഥുന്റെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലിതിൻ എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യാം, ഇതുപോലെ മിഥുന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, നീ എന്ത് ചെയ്യാം, ഇതുപോലെ